മലപ്പുറം കൂരിയാട് ദേശീയപാത തകർന്നതോടുകൂടി വാഹനങ്ങൾ പൂർണ്ണമായും ഇപ്പോൾ വഴിതിരിച്ചുവിടുകയാണ്. പ്രാദേശികമായി ഉള്ള ചെറുകിട റോഡുകളിലൂടെയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഇത് വലിയ തോതിലുള്ള ഗതാഗത കുരുക്കിന് ഇടയാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഇപ്പോൾ കൂരിയാട്ടിൽ നിന്ന് പനമ്പുഴ റോഡിലേക്ക് വാഹനങ്ങൾ വഴി തിരിച്ചുവിടുന്നുണ്ട്. അതുപോലെ കക്കാട് നിന്ന് തിരൂരങ്ങാടി വഴിയെല്ലാം വാഹനങ്ങൾ വഴി തിരിച്ചുവിടുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ ചെറിയ റോഡുകളാണ്. ഇടുങ്ങിയ റോഡുകളിലൂടെ വലിയ തരത്തിലുള്ള ഈ ദേശീയപാതയിലൂടെ കടന്നു പോകേണ്ട ഹൈവേയിലൂടെ കടന്നു പോകേണ്ട വലിയ വാഹനങ്ങൾ, വലിയ കണ്ടെയ്നർ ലോറികൾ ഉൾപ്പെടെയുള്ളവ ഇതിലൂടെ പോകുന്നതോടെ വലിയ ഗതാഗത കുരുക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. മാത്രമല്ല റോഡുകളും ഈ ചെറുകിട റോഡുകളെല്ലാം തന്നെ തകർന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നേരത്തെ തന്നെ ആളുകൾ പ്രദേശവാസികളൊക്കെ ഉന്നയിച്ചിരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശം എന്ന് പറയുന്നത് ദേശീയപാതയുടെ നേരത്തെ ഈ കൂരിയാട് ദേശീയപാത തകർന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് വെച്ചാൽ കോഴിക്കോട് ഭാഗത്തേക്കുള്ള സർവീസ് റോഡിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. ഈ റോഡ് തുറന്നുകൊടുത്ത് ഈ ഗതാഗതത്തിന് തുറന്നു കൊടുക്കണം എന്നുള്ളൊരു ആവശ്യം നാട്ടുകാർ മുന്നോട്ട് വെച്ചിരുന്നു. അക്കാര്യം അതായത് ഈ റോഡ് തുറന്നു കൊടുക്കാമെന്ന് നേരത്തെ ഇവിടെ എത്തിയ വിദഗ്ധ സംഘവും അതിന് പച്ചക്കൊടി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ അതിന്റെ ഭാഗമായിട്ട് ഈ വിദഗ്ധ സംഘം നേരത്തെ ഇവിടെ സന്ദർശിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഈ റോഡ് തുറന്നു കൊടുക്കാം, അതിന് മുകളിലുള്ള ഈ അപകടാവസ്ഥയിലുള്ള സംഭവങ്ങളെല്ലാം തന്നെ പൊളിച്ചു നീക്കേണ്ടതുണ്ട് എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഇതിന്റെ ഭാഗമായി ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ തോന്നുന്നു മുകളിലുള്ള അപകടാവസ്ഥയിലുള്ള ഇതെല്ലാം തന്നെ കോൺക്രീറ്റ് എല്ലാം തന്നെ JCB ഉപയോഗിച്ച് പൊളിച്ചു മാറ്റുകയാണ്. ഉടൻ തന്നെ ഈ റോഡ് തുറന്നു കൊടുക്കാനാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തുറന്നു കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള ഗതാഗത കുരുക്ക് ഒഴിവാക്കാനാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. തിരൂരങ്ങാടിയിലും പരിസര പ്രദേശങ്ങളിലെ എല്ലാ റോഡുകളിലും വലിയ തരത്തിലുള്ള ഗതാഗത കുരുക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. പ്രാദേശികമായിട്ടും വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നാട്ടുകാരായ ആളുകൾക്ക് വാഹനവുമായി പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. പലപ്പോഴും കിലോമീറ്ററുകളോളം വലിയ ഗതാഗത കുരുക്കാണ് പല റോഡുകളിലും ഈ ചെറുകിട റോഡുകളിലൊക്കെ അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ റോഡ്, അതായത് ഈ വലതുവശത്തുള്ള സർവീസ് റോഡ് എത്രയും വേഗം തുറന്നു കൊടുത്താൽ ആ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെയെങ്കിലും പരിഹാരം കാണാനാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഇവിടുത്തെ പ്രാദേശിക ഭരണകൂടങ്ങളൊക്കെ തന്നെ അത്തരം കാര്യങ്ങൾ ആവശ്യപ്പെടുകയും അത് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ റോഡ് തുറന്നു കൊടുക്കാൻ വേണ്ടിയുള്ള പ്രവൃത്തികളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും ഈ നിലവിൽ ഈ കൂരിയാട് റോഡ് തകർച്ചയുമായി ബന്ധപ്പെട്ട് അപാകതകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നിർമ്മാണ കമ്പനി അതുപോലെ NHAI ഒക്കെ സമ്മതിച്ചിരിക്കുകയാണ്. ഏതായാലും ഈ സർവീസ് റോഡ് തുറന്നു കൊടുക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. ആ റോഡ് ഉടൻ തന്നെ തുറന്നു കൊടുക്കാനാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അധികൃതരും ഉള്ളത്.